من تذكر جيران بذي سلم ما زجت دمعا جرى من مقلة بدمي محبة الريح من تلقاء كاظمتي وأومأ البرق في والماء من إظمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഞങ്ങൾക്ക് രഹസ്യമാണ് ഈ പറഞ്ഞിരുന്നത്. ഇതിൽ രഹസ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആ രഹസ്യം കൂടി ഒളിവാക്കി തന്നാൽ മതി. രഹസ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതിനുള്ളിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു രഹസ്യം. നിന്നെ റസൂലിനെ സ്നേഹിക്കാൻ കാരണം നീ റസൂലിനെ സ്നേഹിച്ചതാണ്. നിങ്ങൾ റസൂലിനെ സ്നേഹിക്കാൻ കാരണം നിങ്ങൾ റസൂലിനെ സ്നേഹിച്ച. അപ്പോൾ റസൂലുള്ള നിന്നെ സ്നേഹിക്കാൻ പരിധിയില്ലാതെ നീ റസൂലിനെ സ്നേഹിക്കണം. അതല്ലാത്തൊരു വഴിയും ഇല്ല. അതൊരു മർമ്മ. എന്താ റസൂലിനെ തൃപ്തിപ്പെടുത്തൽ? തൃപ്തിപ്പെടുത്തൽ എന്താണ്? റസൂലിനെ സ്നേഹിക്കൽ. റസൂലിനെ പറ്റി പറയും. ഇടയ്ക്ക് നമ്മൾ തെറ്റും നബിയോട് അറിയാം. അതാണ് ഇന്നത്തെ ഒരു ചർച്ച, ഗൗരവമായ ചർച്ച ഞാൻ പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂല് ഏറ്റവും ഉമ്മത്തിനെ സ്നേഹിച്ച ഒരാളാണ്. എന്തുകൊണ്ടാവും അള്ളാഹു റസൂൽ ഇങ്ങനെ ഉമ്മത്തിനെ സ്നേഹിച്ചതെന്നൊരു കണ്ടെത്താൻ ശ്രമം. അങ്ങനെ ഒരു പ്രസംഗം കേരളത്തിൽ നടന്നതായി എൻ്റെ അറിവിലില്ല, നടക്കാൻ സാധ്യതയില്ല. ഞാൻ തിരിച്ചു നോക്കുകയാണ്. ഏറ്റവും ഉമ്മത്തിനെ സ്നേഹിച്ച ആളാണ് ആര്? ഇത് നമ്മൾ ഇഷ്ടം പോലെ പറയും. ലോകത്തെ ഏറ്റവും ഉമ്മത്തിനെ സ്നേഹിച്ച ആളാണ് ആര്? റസൂലുള്ളാഹ്. എന്തുകൊണ്ടാവും റസൂലുള്ളാഹ് ഇങ്ങനെ ഉമ്മത്തിനെ സ്നേഹിച്ച്? അതൊന്ന് പഠിക്കണം. പഠിച്ചതിൽ വലിയ കാര്യമുണ്ട്. ഉള്ളു ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. മനസ്സിലായില്ല? അപ്പോൾ റസൂലുള്ളാഹ് ഉമ്മത്തിനെ സ്നേഹിച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. അവസാന ശ്വാസത്തിന് തൊട്ട് മുമ്പ് വാ ഉമ്മത്താ എൻ്റെ ഉമ്മത്തേ എന്ന് പറഞ്ഞ് മരിച്ച ആളല്ലേ, വഫാത്തായ ആളല്ലേ പുണ്യ റസൂലുള്ളാഹ്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഇങ്ങനെ ഉമ്മത്തിനെ സ്നേഹിച്ച നബി വേറല്ല. മഹ്ശറിൽ വരെ ഉമ്മത്തിനെ നോക്കുക. മറ്റുള്ള നബിമാർ നഫ്സി അറിയും. ഈ മനുഷ്യൻ മാത്രം സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് എന്ത് പറയണത്? പറ മോനെ, എല്ലാവരും നഫ്സി അറിയും. റസൂലുള്ളാഹ് ഉമ്മത്തി എന്തായിരിക്കും? കാരണം തിരിച്ചു നടക്കുക, തിരിച്ചു നോക്കുക. ഇപ്പം അവിടെ നമ്മൾ ഒന്നാട് നോക്കണം. അവിടെ മാന്തിയൊക്കെ കിട്ടും. കാരണം കണ്ടെത്തിയിട്ടുണ്ട്. ഒരു കാരണം ഞാൻ പറയാം. ഞാൻ മനസ്സിലാക്കിയൊരു കാരണം, മനുഷ്യനെ മനസ്സിലാക്കാവുന്ന ഏറ്റവും വലിയ കാരണം. ഞാൻ എൻ്റെ അപ്പുറം അള്ളാഹ്ക്ക് കാരണം ഉണ്ടാവും, അത് നമുക്കറിയില്ല. കാരണമുണ്ട്. അതാണ് കാരണം, വലിയ കാരണം. അല്ലാഹു തആല തൻ്റെ അസലിൽ ഹബീബായ നബി അറിയിച്ചിട്ടുണ്ട്, ഈ ലോകത്ത് ഏറ്റവും നബിയെ സ്നേഹിക്കുന്ന ഉമ്മത്ത് നിങ്ങളെ ഉമ്മത്ത. അപ്പോൾ ആ ഉമ്മത്തിനെ സ്നേഹിക്കുക എന്നത് റസൂലുള്ളാഹി ജസ ചെയ്യാണ്. അപ്പം നമ്മളെ ഈ ബന്ധാണ് ഭയങ്കര. നമ്മൾ നബിയെ സ്നേഹിക്കുന്നവരാണ്. ഒരക്കൾ ഇങ്ങനൊരു ഉമ്മത്ത് ഈ ലോകത്ത് ആർക്കും ഇല്ല എന്ന് നബിക്ക് അസലിൽ അറിയിച്ചു കൊടുത്തവനാണ് ആര്? അല്ലാഹു. അപ്പം നമ്മളെ നബിക്കറിയും, നമുക്ക് നബി അറിയൂല, തിന്നിട്ടില്ല. ഇപ്പം നബി ആർക്കും അറിയില്ലല്ലോ. അറിയാത്ത ഇങ്ങനൊരു ഉമ്മത്തുണ്ട് ലോകത്ത്. നബി അറിയാതെ സ്നേഹിക്കുക, മനസ്സിലായില്ല? നബിയെ നമുക്കറിയില്ലല്ലോ. ഇപ്പം നമ്മൾക്ക് നമ്മൾ നബിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. നബി അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അറിയാണ്ട് കഴിയൂല. ഇനി സ്വഹാബത്ത് അവർ നബിയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. അറിഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞിട്ടില്ല. അപ്പം ആരും നബി അറിഞ്ഞിട്ടില്ല. ഉറയിലിട്ട വാളിനെ കുറിച്ച് വാളിനെ നോട്ടക്കാരൻ അറിയും പോലെ അല്ലാതെ നബിയെ ഞങ്ങൾ കണ്ടിട്ടില്ല. എന്താ പറഞ്ഞേ? സ്വഹാബത്ത് പറയുന്ന വാക്കാം. എന്ത് ഉറയിലിട്ട വാളിനെ കാണുന്ന നോട്ടക്കാരൻ വാളിനെ അറിയുന്നത് പോലെ അല്ലാതെ നബിയെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾക്കൊരു വാളുണ്ട്, പക്ഷെ ആ വാളിനെ ഞങ്ങൾ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്നതുപോലെ ഞങ്ങളൊരു പുറം. അപ്പോൾ ഈ കവറ് എന്തെങ്കിലും പറയാം, വാളൊറ. ഈ വാളൊറ പോലെയാണ് ഞങ്ങൾ ആരെ കണ്ടത്, അല്ലാതെ വാള് കണ്ടിട്ടില്ല. ഹൽ റഅയ്തും റസൂലല്ലാഹ്, ഉവൈസ് വന്ന് ചോദിക്കുന്നുണ്ടല്ലോ, ഹൽ റഅയ്തും റസൂലല്ലാഹ്, നിങ്ങൾ നബിയെ കണ്ടുവോ? ഫഖാലു നഅം, അതെ കണ്ടു. ഫഖാല ലാ, നിങ്ങൾ കണ്ടിട്ടില്ല. ഉവൈസ് റളിയല്ലാഹു അൻഹു ഇവരോട് പറയാണല്ലോ, നിങ്ങൾ നബിയെ കണ്ടിട്ടില്ല. അപ്പോൾ കണ്ടിട്ടുണ്ട് പറഞ്ഞതുമില്ല. ശരിയാണ്, കണ്ടിട്ടില്ല, അത് ശരിയാണ്.
കണ്ടോന്ന് വെച്ചാൽ കണ്ടു, എന്നാ കണ്ടിട്ടില്ല. ഉറയിലിട്ട വാള് പോലെ അല്ലാതെ, മനസ്സിലായില്ലേ, ഊരിപ്പിടിച്ച വാള് പോലെ ഞങ്ങൾ നബിയെ കണ്ടിട്ടില്ല. അല്ല, ഊരി പിടിച്ച വാള് ഉറയിൽ നിന്ന് പുറത്താണ്. അപ്പൊ ശരിക്കും അതിന്റെ തിളക്കവും അതിന്റെ മൂർച്ചയൊക്കെ ഒരാൾക്ക് കാണാൻ കഴിയും. പറഞ്ഞ മനസ്സിലായില്ലേ മക്കള്? ഊരിപ്പിടിച്ച വാള് ഒരാൾക്ക് കാണാൻ കഴിയും. അതേസമയം ഉറയിലിട്ട വാളിനെ പറ്റി ഒരു ധാരണയുള്ളൂ. അതിൻ്റെ ഉള്ളിൽ വാളുണ്ട്, അതൊന്ന് കണ്ടെങ്കിൽ തിരക്കടില്ലായിരുന്നു. അതെല്ലാവർക്കും കൂടി ഉണ്ടാവും, പക്ഷെ അത് കാണൂല. ഉറ തുറക്കാത്ത ഒരാളെ തുറന്നിട്ടില്ല. മഅറഫനി ഗൈറു റബ്ബി. ഇപ്പൊ പൂർത്തി, ഇപ്പൊ ചാപ്റ്റർ പൂർത്തി. മഅറഫനി ഗൈറു റബ്ബി, എൻ്റെ റബ്ബല്ലാത്ത ഒരാൾക്ക് എന്നെ അറിയില്ല. അപ്പൊ നബി എന്നും ഉറയിലിട്ട വാളാണ്. തിരിഞ്ഞിട്ടില്ല. ഒന്നുകൂടി പറയണം, മനസ്സിലായില്ല? ഇപ്പൊ ഈ ചാപ്റ്റർ പൂർത്തിയായി. മഅറഫനി ഗൈറു റബ്ബി, എന്റെ റബ്ബല്ലാത്ത ഒരാളും എന്നെ അറിഞ്ഞിട്ടില്ല. അറിയണനുസരിച്ചല്ലേ സ്നേഹം കൂടെ. ഒരുത്തം വന്ന് പെണ്ണ് കണ്ടു, നല്ല ചുറുക്ക്, നല്ല മുടി, അപ്പാച്ചി കിട്ടും. ഓള് പറഞ്ഞു, ഓക്ക് വിചാരിച്ച പുതിയാപ്പിള തന്നെയാണ്. അപ്പൊ ഇത് പ്രാഥമിക അറിവാ. അപ്പോക്കൊരു ധാരണ വന്നു, തിരക്കില്ല. അപ്പൊ അതിൻ്റെ ഇടക്ക് പിന്നെ വന്ന് വേറെ ഇതേപോലത്തെ ഒരു ചൊറുക്കുള്ളൊരു വലിയക്കാരൻ വന്നു കണ്ടു. അപ്പോൾ അതും അവിടെ പെൻഡിങ്ങിലാണ്. അങ്ങനെ 2-3 ഒക്കെ നല്ല ചൊറുക്കുള്ള സൈസാണ്. എന്നാൽ കഴുത്ത് കറക്കിയ മുടി, അത് ഇത് അങ്ങനെ ഭംഗി, നല്ല മീശ, നല്ല താടി, നല്ല ചോറ്, ഭയങ്കര. അങ്ങനെ വന്ന് കണ്ടു. അപ്പോൾ 3-4 പെൻഡിങ്ങിലുണ്ടാവും. അപ്പോൾ എന്തായാലും വേണ്ടില്ല. അപ്പം ബാപ്പ പറഞ്ഞു, നമുക്ക് 4 ഏതിലെങ്കിലും നമുക്ക് ഉറപ്പിക്കാം. ആയിക്കോട്ടെ ബാപ്പ, നിങ്ങൾ ഉറപ്പിച്ചാൽ മതി, എന്തെങ്കിലും ഉറപ്പിച്ചോളി എന്നോളും പറഞ്ഞു. അതിനിപ്പോൾ ആദ്യത്തെ മിഞ്ഞാന്ന് വന്ന് ആ ചങ്ങായി ആയാലും മണ്ണിലായാലും എൻ്റെ പിറ്റെന്ന് ഒക്കെ ചൊറുക്ക്, ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ചൊറുക്കാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്. അതിനപ്പുറത്ത് അതിൽപ്പെട്ട മനസ്സിലാണ്ട് പറഞ്ഞത്, ഓനാണ്ട് ഇഷ്ടപ്പെട്ടു. അത് അവിടെ അത്രയും മനുഷ്യൻ ഇഷ്ടപ്പെട്ടു. ഇനി ഇഷ്ടപ്പെടണമെങ്കിൽ മസിയത്ത് അറിയണം. ഇത് നബിയുടെ മസിയത്ത് നമുക്കറിയില്ല. മസിയത്ത് അറിയാമെന്നറിയാം. അതിൽ ഒരുത്തന് ഒരു ഫൈസൽ വന്നിട്ടുണ്ട്. ഓൻ്റെ ബാപ്പാക്ക് ലണ്ടനിൽ സൂപ്പർ മാർക്കറ്റാണ്. അമേരിക്കയിലുണ്ട് എത്ര സൂപ്പർ മാർക്കറ്റ്, കാനഡയിലുണ്ട് എത്ര, ഭയങ്കര മില്യോണർമാരെ. അപ്പം പിന്നെ ഓക്ക് എന്തായി, ബാപ്പാനോട് പറയും, എന്ത് മറ്റൊക്കെ മുടങ്ങിയാലും ഇത് നിങ്ങൾ കാല് പിടിച്ചെങ്കിലും ഉറപ്പിക്കണം. മനസ്സിലായില്ല? എന്തുകൊണ്ട്? അവൻ്റെ മസിയത്ത്, പ്രത്യേക ഫള് അവൾക്ക് മനസ്സിലായി. ഇത് നമ്മക്ക് റസൂലുള്ളാഹിന്റെ ഫള് എന്താന്ന് അറിയുന്നില്ല. മഅറഫനി ഗൈറു റബ്ബി, അങ്ങനത്തെ ഒരാളെ എങ്ങനെ സ്നേഹിക്കുക? അതാണ് ഈ ഉമ്മത്ത് സ്നേഹിക്കുന്ന സ്നേഹം. നമുക്ക് റസൂലുള്ളാഹിനെ അറിഞ്ഞിട്ട് സ്നേഹിക്കല്ല. തഹയ്യറത്തിൽ അഫ്കാറു ഫീ വസ്ഫി മഅനാഹു, നബിയെ പഠിക്കുന്നിടത്ത് ബുദ്ധി മുഴുവനും പരിഭ്രമിച്ചു. ഒരു ബുദ്ധിക്കും നബിയെ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് നബിയെ സ്നേഹിക്കണം. അപ്പം വേറുള്ള ഉമ്മത്തിന് അവരെ നബിമാരെ അറിഞ്ഞിട്ടും സ്നേഹിച്ചില്ല. നമുക്ക് അറിയൂല. ഇപ്പൊ മൂസാ നബി അലൈഹി, നമ്മൾ എന്താണോ നബി പറഞ്ഞത് അതട്ട് ചെയ്യുക. നബി എന്താണോ പറഞ്ഞത് അത് ചെയ്യുക. നബി എന്താണോ പറഞ്ഞത് അത് ചെയ്യുക. അത് സ്നേഹത്തില. അതന്നെ നബി എന്താണോ പറഞ്ഞത്. അള്ളാന്റെ റസൂല് അവസാനത്തെ നബിയാ. ഖാദിയാനികൾക്ക് പിന്നെയും നബിയുണ്ട്. ഒരു ഉദാഹരണം, ഒരു രാത്രി എന്നെ മലപ്പുറം ജില്ലത്തെ ഒരു ആചാര്യക്കാക്ക എന്നെ വിളിച്ചൊരു 10-15 കൊല്ലം മുമ്പ്, ഉസ്താദേ ഖാദിയാനികളെ കൂടെ ഏർപ്പാട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റൂല. അതിലേക്ക് വലിക്കും, അത് പറ്റൂല. ഒരു ഇസ്ലാമിൻ്റെ പുറത്തല്ലേ, അതെ പറ്റൂലല്ലോ, പറ്റൂല. എന്നാൽ എൻ്റെ മകന് പിന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ ദുബായിക്ക് ഓൻ്റെ കച്ചവടം ഒഴിവാക്കാൻ, ഓനൊരു ഖാദിയാൻ്റെ കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓനെ വിളിച്ച്, ബാപ്പ അങ്ങനെ പറയുന്നുണ്ട് കച്ചവടം. അപ്പോൾ പറഞ്ഞു, ഉസ്താദേ ബാപ്പാനോട് പറഞ്ഞെടുത്തോൾക്ക് ഞാൻ അപ്പം നിങ്ങൾക്ക് വിളിക്കാൻ നിൽക്കുകയാണ്. ഇത് ബാപ്പാനോട് അങ്ങോട്ട് നിങ്ങളൊന്ന് പറയാനേ. 10-25 ലക്ഷം റുപ്യൻ്റെ കയ്യിൽ കുടുങ്ങിപ്പോയി. ഇനി തൽക്കാലം അതൊന്ന് ഇങ്ങോട്ട് കിട്ടുന്നവരെങ്കിലും ഞാനൊന്ന് ഓൻ്റെ 6 മാസം നിന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഫോണോട് വെച്ച് അജർക്കാക്ക വിളിച്ച്, അജരാക്ക ഓൻ്റെ 25 ലക്ഷം പോയി എന്നാണ് പറയണത്. ഞാൻ പൈസ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ കിട്ടൂല. അപ്പോൾ ഒരു 6 മാസം കൊണ്ട് ആ പൈസ തിരിച്ചെടുക്കാം. അപ്പം എന്നോട് ചോദിച്ചു, 6 മാസം ഓൻ്റെ ഒപ്പം കച്ചവടം ചെയ്താലും ഓൻ ഖാദിയാനി ആയി പോകില്ല എന്ന് നിങ്ങൾക്ക് എനിക്ക് ഉറപ്പുതരാൻ കഴിയുമോ? അതെങ്ങനെയാ ഹാജരൊക്കെ ഞാൻ പറയണത്? ചിലപ്പോൾ ഖാദിയാനി മറ്റോനും ഏതൊരു പേച്ചോനും എത്രയും പെട്ടെന്ന് എന്താ ചെയ്യുക, ഓൻ്റെ ഒപ്പം കൂടുന്നതനുസരിച്ച് മറ്റോനും മറ്റേക്ക് ആക്കും. അത് ഉറപ്പം തരാൻ പറ്റില്ല. എന്നാൽ പിന്നെ ഓനോട് 25 ലക്ഷം ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞാൽ ഇതാണ്. എന്ന് 10-15-20 കൊല്ലം മുമ്പ്, 20 കൊല്ലെങ്കിലും വെച്ചിട്ടുണ്ടാവും സംഭവം. ഓനോടെ പൈസ ഒഴിവാക്കണം.
20 കൊല്ലം മുമ്പുള്ള എത്ര ലക്ഷം? 25 ലക്ഷം. ഓനാ പൈസ ഓൻ്റെ മകനാണോ പൈസ ഒഴിവാക്കാൻ പറയും. പൈസ കിട്ടേം കിട്ടിക്കോട്ടെ, ഇല്ല പൈസ ഒഴിവായിക്കോട്ടെ. നമുക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേലെ ഒരു വർത്താനം പറയണായിട്ട് ഒരു ബന്ധം നമുക്ക് ഇല്ല. ഈ ആൾക്ക് റസൂലുള്ളാഹിനെ അറിയോ? അറിയോ? ഇല്ലേ? അറിയില്ല. അമറുൽ ഖത്താബിനെ അറിയാത്ത ആൾ എനിക്കറിയോ? പക്ഷെ സ്നേഹത്തില് ധന്യ. അപ്പോൾ ആ റസൂലുള്ളാഹി ഈ ഉമ്മത്തിനെ സ്നേഹിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു വന്നത്. അതന്നെ പുണ്യ റസൂലുള്ളാഹി അവർക്ക് പറ മുത്തു മുഹമ്മദ് മുസ്തഫ. ഇതിനപ്പുറവും ചിലപ്പോൾ ഉണ്ടായേക്കാം, ഇതിനപ്പുറം റസൂലുള്ളാഹിന്റെ ഉള്ളിൽ ഈ ഉമ്മത്തിനെ ഇങ്ങനെ റസൂലുള്ളാഹി സ്നേഹിക്കാൻ കാരണം ഉണ്ടായേക്കാം. അത് ഇലാഹിയായ ഹിക്മത്ത് അതിൻ്റെ പിന്നിൽ ഉണ്ടായേക്കാം. അതെനിക്കറിയില്ല. അതേ സമയത്ത് മനുഷ്യർക്ക് കണ്ടെത്താവുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഞാൻ ഈ പറഞ്ഞത്. പുണ്യ റസൂൽ മുസ്തഫ അറിയില്ല. റസൂലുള്ളാഹിനെ നമുക്ക് ആർക്കും അറിയില്ല, ഹബീബാ നബി നമുക്ക് ആർക്കും അറിയില്ല. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണത്? എല്ലാവരും കരയാ. ഞാൻ ചില കരച്ചിൽ കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നാളെ ഇതിൻ്റെ ബാക്കി പറയാം, ഉദാഹരണം പറയാം. എല്ലാം അറിയില്ല. അമിൻ തദക്കുരിജി റനിം ബിദി സലമി മസജ്ത ദമൻ ജറ മിൻ മുഖ്ലതിൻ ബിദമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമിൻ മസജ്ത ദമൻ ജറ മിൻ മുഖ്ലതിൻ ബിദമി. ആ സലം വൃക്ഷങ്ങളുടെ പരിസരത്ത് താമസിച്ച ആ ആളെ ചൊല്ലിയല്ലേ കണ്ണുനീര് അവസാനം രക്തത്തിൽ കലർന്നത്. അതിനർത്ഥം കരഞ്ഞ് അവസാനം കണ്ണീര് തീർന്നിട്ട് ഇപ്പം എന്തായി? ചോര ഇപ്പോഴും കരിയന്നെ ആ ആളോർത്ത്. ഇത് കവി എഴുതുന്നത് ഹിജ്റ 6-ാം നൂറ്റാണ്ടിലാണ്. അപ്പം അതിൻ്റെ 600 കൊല്ലം മുമ്പ് ആര് വഫാത്തായിട്ടുണ്ട്? ആ നൂറ്റാണ്ടുകാർക്ക് വരെ തിരിയാത്ത ആളാണ് ആര്? റസൂലുള്ളാഹി. എന്നിട്ട് 600 കൊല്ലം കഴിഞ്ഞ് കവി തുടങ്ങുന്നത് അവിടെയാണ്. അതെ, ബുർദയിലെ ഏത് വരി അറിയില്ലെങ്കിലും ആ വരി നമുക്കറിയാം. അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി മസജ്ത ദമൻ ജറ മിൻ മുഖ്ലതിൻ ബിദമി മുഹബ്ബത്തിർ റീഹു മിൻ തിൽഖാഇ കാളിമതി വഅവമൽ ബർഖു ഫിൽ والماء من إظمه مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഞങ്ങൾക്ക് രഹസ്യമാണ് ഈ പറഞ്ഞിരുന്നത്. ഇതിൽ രഹസ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആ രഹസ്യം കൂടി ഒളിവാക്കി തന്നാൽ മതി. രഹസ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു രഹസ്യം. നിന്നെ റസൂലുള്ളാഹി സ്നേഹിക്കാൻ കാരണം നീ റസൂലുള്ളാഹിനെ സ്നേഹിച്ചതാണ്. നിങ്ങൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കാൻ കാരണം നിങ്ങൾ റസൂലുള്ളാഹിനെ സ്നേഹിച്ച. അപ്പം റസൂലുള്ളാഹി നിന്നെ സ്നേഹിക്കാൻ പരിധിയില്ലാതെ നീ റസൂലുള്ളാഹിനെ സ്നേഹിക്കണം. അതല്ലാത്തൊരു വഴിയും ഇല്ല. അതൊരു മർമ്മ. അപ്പം എന്താ റസൂലുള്ളാഹിനെ തൃപ്തിപ്പെടുത്തൽ? എന്താണ് റസൂലുള്ളാഹിനെ സ്നേഹിക്കൽ? റസൂലുള്ളാഹിനെ പറ്റി പറയുന്നത് അതിനിടയ്ക്ക് നമ്മൾ തെറ്റു നബിയോട് അറിയാം. അതാണ് ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അശ്കൂ ഫിയാ സയ്യിദി ഖൈറൻ നബി. കുറ്റമെന്ന വാഹനത്തിൽ അറ്റമില്ല കയറി ഞാൻ തങ്ങളോട് അന്യായമായി സയ്യിദി ഖൈറൻ നബി. കുറ്റമെന്ന വാഹനത്തിൽ അറ്റില്ലാതെ ഞാൻ കയറി. ഞാൻ കുറ്റം ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല, കാരണം ഇന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം. അതേസമയത്ത് ഞാൻ നിങ്ങളെ വിഷമിപ്പിച്ചു. ഞാൻ എത്ര കുറ്റം ചെയ്യുമ്പോഴും വിഷമാർക്കാണ്. നാട്ടുകാരെല്ലാം കള്ളുടിക്കണം മകനെയും കൊണ്ട് വാപ്പാൻ്റെ മുന്നിൽ എത്തിയപ്പോൾ വാപ്പ നാട്ടിലും തല്ലുണ്ടാക്കി, കള്ളുടിച്ച് തല്ലുണ്ടാക്കി. ഞങ്ങളവനെ 4 കൊടുത്തിട്ടുണ്ട് ആചാര്യ ഞങ്ങളെടുത്ത് കൊണ്ടുവന്നാണെന്ന് പറയുമ്പോൾ ആചാര്യ എന്ത് പറയും? ഞാൻ നോക്കിക്കോളട്ടോ, നിങ്ങൾ പോയിക്കോളി എന്നാണ് തന്ത. ഈ ബഹുമാനിക്കപ്പെടുന്ന ഈ നാട്ടിലെ കാരനൊരു നാട്ടുകാരൻ പറഞ്ഞേക്കും. പിന്നെന്താ തന്ത ഈ യുവാവായ ഈ യുവാവിൻ്റെ മുന്നിൽ തന്ത കരിയും. തന്ത അങ്ങനെ കരിയും. എന്ത് എടാ ഇജി കാട്ടിക്കൂട്ടുന്നതിൻ്റെ വിഷമം നിനക്ക് തീർത്താൻ അന്യൻ കൂട്ടം ഒഴിവാക്കാനും വയ്യ.
എനിക്ക് ഒഴിവാക്കാൻ വയ്യ, കാരണം ചിൻ്റെ ചോരയാണ്. അതേസമയത്ത് ഈ കുറ്റം ചെയ്ത് നാട്ടുകാർ വന്ന് പറഞ്ഞു എനിക്ക് സഹിക്കൂല. ഇതല്ലേ മുത്തവാസിലൻ ഹസാൻ, ഇതല്ലേ റസൂലുള്ളാഹിന്റെ ദുഃഖം. എന്നാ ദുഃഖിക്കണ്? ബദർ യുദ്ധം ജയിച്ചിട്ട്. എന്തിന്? എൻ്റെ പിക്കാല ഉമ്മത്ത് തിന്മയിൽ മൂടി പോകുമെന്ന വിഷമം. എന്നാലും എനിക്ക് കൊലപ്പെടാനും കഴിയും. സമയത്ത് മലക്കൾ പറയും അവൻ കുറ്റവാളിയാവും. പക്ഷെ എനിക്ക് കേൾക്കാൻ സഹിക്കൂല, എനിക്കന്നെ ഒഴിവാക്കാൻ കഴിയും, നരകത്തിലേക്ക് കഴിയൂല. ഷഫാഅത്തിലെ അഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി. എന്താ അർത്ഥം? ഷഫാഅത്തിലെ അഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി എന്താ അർത്ഥം മോനെ? എൻ്റെ ഷഫാഅത്ത് എൻ്റെ സമുദായത്തിൽ വൻദോഷങ്ങൾ ചെയ്തവർക്കാണ്. നിങ്ങൾ വൻദോഷം ചെയ്ത് പോയിക്കൊള്ളിടാന്നല്ല, എൻ്റെ ഷഫാഅത്ത് ഞാൻ ആർക്ക് കൊടുക്കും? എന്താണ് അതിൻ്റെ അർത്ഥം? എന്നെ നിസ്കാരല്ലടാ വലിയ കാര്യം. ഈ ബോധനക്കുണ്ടെങ്കിൽ ഈ റസൂലുള്ളാഹിന്റെ മൗലൂദ് മങ്കൂസ് അല്ലെങ്കിൽ വേറൊരു കൂസ് ഉണ്ടാക്കിക്കട. വാബി പറയാം ഞങ്ങൾക്ക് മങ്കൂസ് പറ്റുണ്ടെങ്കിൽ വേറൊരു കൂസ് ഉണ്ടാക്കിക്കോ. ഏത് ഫർദ് നിസ്കാരത്തിന് മുമ്പും ശേഷം മങ്കൂസ് ഓടും, അല്ലെങ്കിൽ വേറൊരു മൗലൂദ് ഉണ്ടാക്കി ഓടും. എന്തുകൊണ്ട്? ഇത് തെറ്റിതാൽ ഞാൻ എന്നെ ഒഴിവാക്കൂല. ഷഫാഅത്തി ലി അഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി. അഹ്ലിൽ കബീറത്തല്ല, കബീറത്താണ് ഒരു ദൻദോഷം. കബായിർ എന്നാൽ എല്ലാ ബന്ധോഷം ചെയ്ത് ഓർക്കാണ് ഞാൻ കൊടുക്കുക. ഞാൻ അള്ളാഹിനോട് പിടിച്ചിക്കാണ് എത്ര കുടുങ്ങിയിട്ട് എൻ്റെ ഷഫാഅത്ത് ഞാൻ വിട്ടിട്ടില്ല, എൻ്റെ ദുആ ഞാൻ ഒഴിവാക്കിയിട്ടില്ല. ഈ ദുനിയാവിൽ പല നബിമാരും ദുആ തീർത്തു, ഞാൻ ദുആ തീർത്തിട്ടില്ല. കാരണം തമ്മാടിത്തരം ചെയ്ത മനുഷ്യന്മാർ എൻ്റെ ഉമ്മത്താണ്. അവരിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എനിക്ക് ഓരോ നരകത്തേക്ക് വിടാൻ കഴിയൂല. ആൾക്ക് എത്ര സ്നേഹം എന്നോട്, അത് പഠിക്കുക. ഒരിക്കൽ ഈ അരിയത്തും കൊണ്ടൊരു മോലിയർ നിലമ്പൂരിൽ നിൻ്റെ അടുത്തേക്ക് വന്നു. നിലമ്പൂരിൽ നിന്ന് ഒരു 20 കൊല്ലം മുമ്പ് എൻ്റെ അടുത്ത് ഉസ്താദ് ഇത് ശരിയാണോ? കാരണം ബന്ധോഷികൾക്കാണോ ഇതൊക്കെ കൊടുക്കുക? അപ്പം ഞാൻ പറഞ്ഞു ശരിയാണ്. മനസ്സിലായില്ല. ഹദീസാണ് എൻ്റെ ഷഫാഅത്ത്. എൻ്റെ ഷഫാഅത്ത് തെറ്റ് ചെയ്താത്തവർക്കല്ല. പറേ ഓലെ ഒരിക്കലും റബ്ബ് പരിഗണിക്കൂല. 5-ാം തീയതി വേപ്പിച്ചാരി കള്ളുകുട്ടിയാണ്. ഇവൻ കബീറത്തുമല്ല, പിന്നെന്താ ചെയ്തത്? കബായിർ. അതിന് മാത്രം വൻദോഷം അവൻ ചെയ്തു. ഓനെനിക്ക് ഒഴിവാക്കാൻ കഴിയൂല. എന്തുകൊണ്ട്? അവൻ എൻ്റെ ഉമ്മത്തല്ലേ. ഓനിട്ട് സ്വർഗത്ത് പോകാൻ എനിക്ക് കഴിയൂല. ഓനെ അള്ളാ പരിഗണിക്കൂല. ഞാനവിടെ കുടുങ്ങും. ഞാൻ അവിടെ ഷഫാഅത്ത് ചെയ്ത് കയറ്റും. കാരണം എൻ്റെ ഉമ്മത്തല്ലേ. ഓനെനിക്ക് വിടാൻ കഴിയോ? നാട്ടുകാർക്കൊക്കെ തച്ചിട്ട് പുറം പൊളിച്ച് ഹാജരിട്ട് കൊണ്ടുവരാം. ഹാജർക്ക് ഒറ്റ പരിപാടിയുള്ളൂ. എന്ത് കരിയ എടാ ഇങ്ങനെ ആയല്ലോ, എനിക്കെന്നെ വിടാൻ കഴിയൂല. ചിന്ത ചോരയല്ലേ? ഇതല്ലേ ഇതല്ലേ വാക്ക്. ആ സ്നേഹം തിരിച്ചു കൊടുത്താൽ മുഅ്മിനോ. ബാക്കിയൊക്കെ നാടകങ്ങളാണ്. ഇതുണ്ടെങ്കിൽ ബാക്കിയൊക്കെ ഇബാദത്താ, ഇതില്ലെങ്കിൽ ബാക്കി നാടകം. ഈ ആളങ്ങനെ കൊണ്ട് അറിയൂല. ഈ ആൾ ആരല്ലാത്ത ഒരാൾ അറിഞ്ഞിട്ടില്ല. എൻ്റെ റബ്ബല്ലാത്തൊരാളും എന്നെ അറിഞ്ഞിട്ടില്ല. അത് റസൂലുള്ളാഹിക്ക് കിട്ടിയ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ്. അപ്പൊ അവരെ സ്നേഹിക്കാൻ റസൂൽ തയ്യാറായതാണ്. ലഖദ് ജാഅക്കും അർത്ഥമാക്കി. ലഖദ് ജാഅക്കും ഞാൻ നിർബന്ധിച്ചില്ല. നബി എന്നെ വരാൻ ഞാൻ പോകാന്ന് പറഞ്ഞു. നിങ്ങളടുത്തേക്ക് വന്നു ഒരു റസൂൽ. ലഖദ് അതൈതുക്കും റസൂലൻ, റസൂലിനെ അയച്ചു തന്നു. അങ്ങനെ പറഞ്ഞു. റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ, റസൂലിനെ അയച്ചുകൊണ്ട് പഠിച്ചോനെ എന്നല്ലേ ഇബ്രാഹിം നബി പറഞ്ഞു. അപ്പോൾ ഇതാ ഞാൻ അയച്ചു തന്ന പിടിച്ചോളി എന്നല്ലേ അടുത്ത ആയത്തുണ്ടാണ്ട്. ലഖദ് ജാഅക്കും ഞാൻ നിർബന്ധിച്ചൊന്നുമില്ല. നബിന് വന്നു. നബി വന്ന് അവർക്ക് ഞാൻ പോയിക്കോളാം. ഇതല്ലേ ഇതിൻ്റെ അർത്ഥം? ലഖദ് ജാഅക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലഖദ് ജാഅക്കും നബി നിങ്ങളെടുത്തേക്ക് വന്നു. എനിക്ക് ഈ ഉമ്മത്തിന് മതി, എനിക്ക് ഇവരെ മതി എന്ന് പറഞ്ഞ് നിങ്ങളെടുത്തേക്ക് വന്നു. അത്രയും നിങ്ങളോട് ആ നബിക്ക് ഇഷ്ടമാണ്. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ? എന്നെ ഒരു ബന്ധം ഭയങ്കര ഇഷ്ടം. ഇപ്പം നമ്മളിവിടുത്തെ 10 മാലിന്യർക്ക് നാളെ മറ്റന്നാളെ നമ്മളെ എന്താ പറയുക ദുആ സമ്മേളനം ഖത്മുൽ ഖുർആനൊക്കെയാണ്. അപ്പോൾ ഈ ദുആ സമ്മേളനത്തിന് വേണ്ടി നമ്മളെ ഈ നാടുകളിലൊക്കെ പോയി നോട്ടീസ് കൊണ്ടേ കൊടുക്കണം. അപ്പോൾ അതിന് 10 ആൾ നിയോഗിച്ചപ്പോൾ ഇവിടെ ഒരാൾ പുൽപ്പറമ്പിലെ ആളുകളായിട്ട് സലാമിന് ഭയങ്കര ഒരു ഭയങ്കര ചങ്ങായി മനസ്സിലായിരുന്നു. അപ്പോൾ എവിടെ പറഞ്ഞാൽ എൻ്റെ സ്ഥലം ഇന്ന പുൽപ്പറമ്പ് അയച്ചാൽ മതി വേഗം പറയും പോലെ. അതുപോലെ തന്നെ ലഖദ് ജാഅക്കും തയ്യാറായി വന്നതാണ്.
സലാം പുൽപ്പറമ്പ് പോകണട്ടോ എന്ന് ഇങ്ങോട്ട് നിർബന്ധിച്ചാലില്ല. ലഖദ് ജാഅക്കും, ലഖദ് ബഅസ്തുക്കും എന്നല്ല, ഞാൻ പറഞ്ഞയച്ചതെന്നല്ല, ലഖദ് ജാഅക്കും. റസൂൽ എന്നെ തയ്യാറായി പറഞ്ഞു, ഞാൻ ആ ഉമ്മത്തിലെത്തി പോയിക്കോളാം. അതല്ലേ അതിൻ്റെ അർത്ഥം, അതല്ലേ നിങ്ങൾ അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? ഇബ്രാഹിം നബി പറഞ്ഞ എന്താ? മനുഷ്യ ഇബ്രാഹിം നബി പറഞ്ഞ എന്താ? റബ്ബനാ വബഅത് ഫീഹിം റസൂലൻ, ഒരു റസൂലിനെ ഈ ജനതയ്ക്ക് അയച്ചു കൊടുക്കണം. അപ്പൊ അല്ലാഹു തആല ഇനി എന്താ പറയേണ്ടത്? ദാ ഞങ്ങൾക്ക് ലഖദ് ബഅസ്തുക്കും റസൂലൻ, ഒരു കിട്ടുന്ന കൂട്ടത്തിൽ നല്ല ഞാൻ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട് കേട്ടാ. റമളാൻ ഇമാമത്തിന് ഈ ഭാഗത്തൊക്കെ നിസ്കാരപ്പള്ളിയിൽ ദാറുൽ ഖുർആനിൽ വന്ന് പറഞ്ഞു ഞങ്ങൾക്കൊരു ഇമാമിനെ വേണം 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 വേണം. അപ്പൊ എനിക്ക് ഏറ്റവും ബന്ധമുള്ളത് ചിറ്റാരിപ്പിലാക്കാരോടാണെന്ന് വെക്കി. അപ്പൊ ഞാൻ ഈ കുട്ടി ഒരു നെടിയനെ കൂടുതലാണ് അങ്ങോട്ട് അയച്ചപ്പോൾ ഓരോട് ഫോൺ ചെയ്തു, ഇവിടെ ഉള്ളതിലെ വലിയ നെടിയനെ അങ്ങക്കാണ് കേട്ടോ, നമ്മളെ വല്ല ബന്ധം കൊണ്ട്. അപ്പൊ ഓനും ഓലല്ല ബന്ധം, ഞാനും നിങ്ങളുമാണ്. ഇവിടെ പറഞ്ഞ ആയത്ത് ഞാനും നിങ്ങളുള്ള ബന്ധം കൊണ്ട് ഞാൻ നബിനെ പറഞ്ഞയച്ചു എന്നല്ല. ലഖദ് ജാഅക്കും, നബിയനാണ് വന്നു, റസൂലനാണ് വന്നു, റസൂൽ തയ്യാറായിട്ട് വന്നു. ഇത് ബാക്കിയാ പറഞ്ഞത് നാളെ ഇങ്ങോട്ട് വന്നാണ്ട്. അപ്പൊ നബി നമ്മളെ പരിധിയില്ലാതെ നമ്മളെ നബിക്ക് മനസ്സിലായി എന്ത് അങ്ങനത്തെ ഒരു ഉമ്മത്താണത്. അവർ ഒരു വാശിയില്ല, അവർക്ക് ഒരു ആളെ കിട്ടി അതിന് മാത്രം അവർ സ്നേഹിക്കും. അപ്പം റസൂലുള്ള ആ ഉമ്മത്ത് എൻ്റെ ഉമ്മത്ത് അങ്ങനെയാണെന്ന് അള്ളാഹ് പറയും. തിരിച്ച് മനസ്സിലായില്ല, ആ ഉമ്മത്തിന് വേണ്ടി ആരും ഒരുങ്ങി? റസൂൽ ഒരുങ്ങി, റസൂലാക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങി, നമുക്ക് വേണ്ടി. ഈ പരസ്പരമുള്ള സ്നേഹമാണ് നമ്മളെ ബന്ധം. ബസ് കഴിഞ്ഞു. ബാക്കി നിസ്കാരം അവർക്കുണ്ട്, പക്ഷെ അവർക്ക് സ്നേഹമല്ല. അവർക്ക് മൂസാ നബിന്റെ കൊമ്പൻ എന്തുണ്ട്? പറയാ നിസ്കാരമുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിസ്കാരമുണ്ട് എന്ന് മാത്രമല്ല, മരിച്ചിട്ട് നിസ്കരിച്ചു എന്നല്ലേ അല്ലേ? റഅയ്തു മൂസാ യുസല്ലി ഫീ ഖബ്രിഹി, ഖബർ നിസ്കരിച്ചു. മൂസാ നബി ഖബർ നിസ്കരിച്ചു, ഖബർ നിസ്കരിക്കുന്നുണ്ട്. وأوحينا إلى موسى وأخيه أن تبوأ لقومكما بمصر بيوتا وجعلوا بيوتكم قبلة وأقيموا الصلاة. നിങ്ങൾ നിസ്കാരം നിലനിർത്തിക്കൊള്ളി എന്ന് ഞാൻ മൂസാ നബിന്റെ ജനതയോട് പറഞ്ഞു. അപ്പൊ അവർക്ക് എന്തുണ്ട്? അവർക്ക് എന്തുണ്ട്? നിസ്കാരം ഉണ്ട്. നബിസ്നേഹമല്ല എന്ന് ഞാൻ കാണിച്ചു തരാം. ബഹുമാനപ്പെട്ട മായിദയിലെ 23-ാമത്തെ ആയത്ത് നോക്കി. മായിദ 23-ാമത്തെ ആയത്ത് നോക്കി. മായിദയിലെ 23-ാമത്തെ ആയത്ത് നോക്ക്. മായിദയിലെ 23-ാമത്തെ ആയത്ത്. മായിദയിലെ 23-ാമത്തെ ആയത്ത് നോക്ക്. മായിദയിലെ 23-ാമത്തെ ആയത്ത് നോക്ക്. മായിദ 23. മായിദ 23, 24. قالوا يا موسى إنا لن ندخلها أبدا ما داموا فيها فاذهب أنت وربك فقاتلا إنا هنا قاعدون. കാലം മൂസ 21 മുതൽ തന്നെ നോക്കിയാൽ കിട്ടും. കാവലു അവർ പറഞ്ഞു, മൂസാ നബി പറഞ്ഞു, ജനങ്ങളെ ഞങ്ങൾ അവിടേക്ക് അരിഹ പട്ടണത്തിൽ പ്രവേശിച്ചു. അരിഹ യാ ഖൗമി ഉദ്ഖുലുൽ അർദൽ മുഖദ്ദസത അല്ലതി കതബല്ലാഹു ലക്കും, നിങ്ങൾക്ക് അല്ലാഹു നിശ്ചയിച്ചു വെച്ച ആ ബൈത്തുൽ മുഖദ്ദസിന്റെ ആ ഏരിയക്ക് നിങ്ങൾ പോയിക്കോളി. വലാ തർതദ്ദു അലാ അദ്ബാരിക്കും, നിങ്ങൾ പിന്തിരിഞ്ഞോടരുത്. ഫതൻഖലിബു ഖാസിരീൻ, അങ്ങനെ നിങ്ങൾ നഷ്ടക്കാരാവും. ഖാലു അവർ അപ്പോൾ മൂസാ നബി ജനങ്ങളോട് എന്ത് പറഞ്ഞു? നിങ്ങൾ എവിടേക്ക് പോകണം? ബൈത്തുൽ മുഖദ്ദസിന്റെ അവിടെ പോകണം. അവിടെ അള്ളാഹു നിങ്ങൾക്ക് വെച്ചതാണ്, നിങ്ങൾ പിന്തിരിഞ്ഞോടരുതിട്ടോ. കാലു അവർ പറഞ്ഞു, ഞാൻ മൂസ നഫിയാക്കവും ജംബാരിന, അവരെ കുറച്ച് അഹങ്കാരികളായ മനുഷ്യന്മാരുണ്ട്. വൈനാൽ എന്നതുഖുലഹ, ഞങ്ങൾ അങ്ങോട്ട് കയറൂല. ഹത്താ യഖ്റുജു മിന്ന, അവർ അവിടുന്ന് ഇറങ്ങി പോകുകയാണെങ്കിൽ ഞങ്ങൾ കയറിക്കോളാം, അല്ലാതെ യുദ്ധം ചെയ്ത് കയറാനും ഞങ്ങൾക്കാവില്ല. ഞങ്ങൾ ചോര കുട്ടികൾ തിന്നും കുടിക്കുക, അല്ലാതെ യുദ്ധത്തിനാവില്ല. വൈൻ യഖ്റുജു മിന്ന ഫഇന്ന ദാഖിലൂൻ, ഒരു പോരാണെങ്കിൽ ഞങ്ങൾ കയറിക്കോളാം. ഖാല റജുലാനി മിനല്ലദീന യഖാഫൂന അൻഅമ അല്ലാഹു അലൈഹിമാ, അപ്പോൾ യൂഷ നബിയും കൂടെ ഒരാളുണ്ടായ ആ രണ്ടാളും പറഞ്ഞു, ഉദ്ഖുലു അലൈഹിമുൽ ബാബ, അപ്പോൾ വാതിൽക്കലൊന്ന് എത്തിയാൽ മതി മനുഷ്യന്മാരെ. ഫൈദാ ദഖൽതുമു, അപ്പോൾ വാതിൽക്കൽ എത്തിയാൽ തന്നെ ഫഇന്നക്കും ഗാലിബൂൻ, ഞങ്ങൾ ജയിക്കും, നിങ്ങൾ കണ്ടാലും ഒരു മണ്ടിക്കോളും. വഅലല്ലാഹി ഫതവക്കലു, നിങ്ങൾ അല്ലാഹനെ ഏൽപ്പിച്ചാണ് ഒന്ന് ഇറങ്ങി മനുഷ്യന്മാരെ, ഇൻ കുന്തും മുഅ്മിനീൻ. ഖാലു, അപ്പോൾ അവർ പറഞ്ഞു, യാ മൂസ ഇന്നാലെന്നതുഖുല, ഞങ്ങളോട് ഈ ജാതി ഭയള്ളൊന്നും പറയണ്ട. ഇന്നാലെന്നതുഖുല, ഞങ്ങൾ ആ ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്ക്
പോകുന്നില്ല. അബദ്ധൻ ഒരു കാലത്ത് പോകില്ല. മാതാമുഫിയ അവിടെ മുട്ടാളന്മാരുള്ള കാലത്തോളം അല്ലാതെ യുദ്ധം ചെയ്തോളും ഞങ്ങൾ അവരെ പിടിച്ചടക്കൂല. ഇനി അനക്കങ്ങനെ ഭാഷ ഉണ്ടെങ്കിൽ ഫദ്ഹബ് അന്തജ്ജ് പോയിക്കോ റബ്ബുക്ക എൻ്റെ പഠിച്ചോനും. നിങ്ങൾ രണ്ടാളും വലിയ ആളുകളല്ലേ, ഫക്കാത്തില നിങ്ങൾ യുദ്ധം ചെയ്താൽ ഇന്നാഹാവുനാക്കായതു നിങ്ങൾ പിടിച്ചടക്കി വരുന്നതിന് ഞങ്ങൾ ഇവിടെ കുത്തിർക്കും. ഇതാണ് ഈ നിസ്കാരക്കാർ. മുത്തനബിയോ ബദർ യുദ്ധത്തിൽ ഒരാൾ ഇറങ്ങാൻ വെച്ചില്ല. തോൽക്കുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് രക്ഷപ്പെടണം. ഞങ്ങൾ മുഴുവൻ മരിച്ചാലും ഈ ലോകത്തൊന്നും സംഭവിക്കില്ല. നിങ്ങൾക്കൊരു രോമത്തിന് ഒറ്റിയാൽ ലോകം നശിച്ചു. അതാണ് സ്നേഹം. ആ ആളെ ബൽക്കോട്ട് അറിയില്ല. ഇന്ന് മുമ്പിൽ അങ്ങനെ തന്നെയില്ലേ? പറ ഞാൻ ഒരു ഉദാഹരണം പറയും. നിങ്ങൾ മഹദീമാമ് വരുമ്പോൾ കാത്തു തീർക്കണം. മഹദീമാമ് വന്നു പറഞ്ഞാൽ അപ്പം ഉള്ളോടത്ത് പോകുമല്ലോ. എന്തുകൊണ്ട്? അത് റസൂള്ളാൻ്റെ ഈ ഉമ്മത്തിനെ നന്നാക്കുന്ന റസൂള്ള പറഞ്ഞയച്ച ഒരു റസൂള്ള നിശ്ചയിച്ച ഒരു പേരക്കുട്ടിയാണ്, ഒരാളാണ്. അപ്പം നിങ്ങൾ മുട്ടിട്ടിഴഞ്ഞ് അള്ളാഹ് റസൂൽ പറഞ്ഞിട്ട് മുഅ്മിനീങ്ങൾ ആ കാലത്ത് മഞ്ഞുമലയെ മുറിച്ച് കിടന്ന് മുട്ടിട്ടിഴഞ്ഞാലും പോയി കൊടുക്കും. എന്തുകൊണ്ട്? അത് റസൂള്ളാൻ്റെ ഒരാളാണ്. റസൂള്ളാനെ ഹയാത്താക്കാൻ വരികയാണ്. അവിടെ നിങ്ങളെ കയ്യും കാലും വെട്ടിയാലും നിങ്ങൾക്ക് പ്രശ്നമില്ല. ഈ റസൂള്ള എത്ര കാലം മുമ്പ് പറഞ്ഞു? 1400. ഇപ്പോഴും നമ്മളിത് ആണോ അല്ലേ കാത്തു തീർക്കുക. അതേ സമയത്ത് മൂസാ നബി നേരെ പറഞ്ഞു, ഒന്ന് കയറി മനുഷ്യന്മാരെ ഇല്ല, ഇനി വേണമെങ്കിൽ ആര് പോയിക്കോ, ഇത് ഫദ്ഹബ് ഇജ് പോയിക്കോ, അന്ത ഇജു റബ്ബുക അൻ്റെ റബ്ബ് വലിയ റബ്ബാന്നൊക്കെ ഇജ് പറയുന്നത്. പോയിക്കോളി ഫഖാത്തില, എന്നിട്ട് നിങ്ങൾ രണ്ടാളും യുദ്ധം ചെയ്തോളി. ഇന്നാഹാഹുനാക്കായതു ഞങ്ങൾ ഇവിടെ കുത്തിരിക്കും, ഞങ്ങൾക്ക് അതിനൊന്നാവില്ല. നേരിട്ട് പറയാം. ആരോട്? മുസനബി. ആ മുസനബിനെ വിളിക്കാൻ അറിയാം, എല്ലാം അറിയാം. ഇത് ഈ ലോകത്തറിയാത്ത ഒരാളാണ്, ആർക്കും അറിയില്ല. അറിയുന്ന സാധനത്തെ മനുഷ്യൻ സ്നേഹിക്കുള്ളൂ. പക്ഷേ ഈ മനുഷ്യനെ അറിയാതെയും സ്നേഹിക്കുകയാണ്. അപ്പം റസൂൽ നമ്മൾ അറിഞ്ഞ് സ്നേഹിക്കുകയാണ്. നമ്മൾ കുറ്റവാളികളാണ് റസൂൽ അറിയും. കാരണം അറിയാത്ത റസൂലാണ് നമ്മൾ സ്നേഹിച്ചപ്പോൾ അറിഞ്ഞ നമ്മൾ ആര് സ്നേഹിക്കും? റസൂൽ അവിടുന്ന് പുറകോട്ട് വരുത്. അതാണ് സുന്നത്യമായത്. അതാണ് അവർ സുന്ന. നമുക്ക് അത് വിട്ടുള്ള വാർത്ത അത് അത്രയും തന്നെ ഉള്ളൂ മോനെ. ഏത് സയ്യിദിൻ്റെ ചെരുപ്പെടുത്ത് നടന്നു എന്താ രക്ഷപ്പെടും. ഞാൻ വിശ്വാസക്കാരനാണ്. ഓലെ ചെരുപ്പെടുക്കാൻ നമ്മളില്ല. ചെരുപ്പെടുക്കാൻ കിട്ടിയാലല്ല അൽഹംദുലില്ലാ, അത്രയേ ഉള്ളൂ. ഒരു ചെരുപ്പെടുത്താനും നമ്മൾ താഴത്തിന് റസൂലാണ് ചോരയാ. അവരോട് ഒരു വിരോധപ്പെടില്ല. ഒരു ചെരുപ്പെടുത്താൻ നമ്മൾ ഒരുക്കാണ്. വിമർശനങ്ങൾ വെറുപ്പാന്ന് വിചാരിക്കണ്ട. ഉമ്മത്ത് നന്നായി പോകാൻ വേണ്ടി പറയൽ നിർബന്ധമാണ്. അതുകൊണ്ടാണ് അവര് വലിയവർ തന്നെയാണ്. അള്ളാന്റെ ഹബീബ് ഒക്കെ പറഞ്ഞു. അത് ഈമാനുള്ള മനുഷ്യന്മാരോട് വേദനിക്കും. അത് ഈമാനുള്ള മനുഷ്യന്മാർക്ക് വേദനയാവും. വേദന തന്നെയാണ്. അള്ളാന്റെ റസൂൽ വേദനയാണ്. അപ്പൊ എല്ലാവരും കരയ, എല്ലാവരും കരയ. لكنه يجري على الخدين من حب قلبي سيد الكونين حيا وميتا في التراب رميما صلوا عليه وسلموا تسليما. ദുബർഖാലി പറഞ്ഞാണ് മാജഫദമുൻ കണ്ണുനീര് പറ്റിയിട്ടേ ഇല്ല. സലമിൻ ഐനൈനി ഈ കണ്ണുനൊലിച്ച കണ്ണുനീര് പറ്റിയ ഒരു കാലം ഉണ്ടായിരുന്നില്ല. ലക്കിന്നഹു യജ്രി അലൽ ഖദ്ദൈനി ഇതിലെങ്ങനെ ഒലിക്കും. മിൻ ഹുബ്ബി ഖൽബി സയ്യിദുൽ കൗനൈൻ രണ്ട് കോലോകത്തിൻ്റെയും നേതാവായ അങ്ങേ ഓർത്തതാണ് ഞാൻ ഈ കാര്യനൊക്കെ. അപ്പോൾ ബുർദക്കാരെ മാത്രമല്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ്. അള്ളാൻ്റെ ഹബീബിൻ്റെ മോമിനികളൊക്കെ ഏത് കാലത്തും കാര്യ ചെയ്തത് ആരെ ഓർത്ത്? സുഖമില്ല ആളാ. എന്തുകൊണ്ട്? ഇങ്ങനത്തെ ഒരാളുണ്ടാവുമോ? ഷഫാഅത്തി ലി അഹ്ലിൽ കബാഇരി മിൻ ഉമ്മത്തി. അപ്പോൾ ഈ വിചാരിച്ചാലും ഒക്കെ പ്രശ്നമായിരിക്കാം. സുഖാണ്, സുഖ ശരിയാക്കാൻ നടക്കുവാണ്. ഷഫാഅത്തി അർത്ഥം പറയടാ. എൻ്റെ അർത്ഥം ഷഫാഅത്തി, എൻ്റെ ഷഫാഅത്ത് ലി അഹ്ലിൽ കബാഇരി മിൻ ഉമ്മത്തി, എൻ്റെ സമുദായത്തിലെ ദോഷങ്ങൾ ചെയ്തു കൂട്ടിയവർക്കാണ്. ഓനെ സ്നേഹിച്ചിട്ടുണ്ടാവും, അതേസമയത്ത് ഓൻ ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അവനെ രക്ഷപ്പെടുത്തി കൊടുക്കും. ഓൻ്റെ ഉമ്മത്തല്ലേ. മലക്കളെ ഓനെ നരകത്ത് കൊണ്ടാൻ വേണ്ടി കാത്തുകളുണ്ടാവും. ഞാൻ വിടൂല. ആഹുദക്കും ബിഹുജ്ജതിക്കും, ഞങ്ങളെ ഊരമ പിടിക്കും, ഞങ്ങളെ ഇവിടെ പിടിക്കും, നിങ്ങളെ ഞാൻ വിടൂല. നിങ്ങൾക്ക് മതി വരാവുന്ന തൃപ്തി വരുന്നത് വരെ അള്ളാഹു നിങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകും എന്നായത് വന്നപ്പോൾ എന്താ പറഞ്ഞ്? വല അല്ലാ, എനിക്ക് തൃപ്തി വരൂല. എൻ്റെ സമുദായത്തിൽ അങ്ങനത്തെ ഒരാളാണ്.
ആളെ സ്നേഹത്തറിയാം. അപ്പൊ നമ്മളും നബിയും പരസ്പരം ഉള്ളത് എന്താണ്? ബസ് സ്നേഹബന്ധം. അത് കുറയരുത്. ഇപ്പം നമ്മളെ പറ്റിപ്പോയത് അറിയോ? ഈ താഴത്തൊക്കെ ഉണ്ട്, എന്തില്ല? സ്നേഹബന്ധമല്ല, മറന്നുപോയി. മുമ്പുള്ളവർക്ക് ഈ താഴത്ത് കുറവാണെങ്കിലും എന്തുണ്ട്? സ്നേഹമുണ്ട്. അവരെ കാര്യത്തിൽ ശൈത്താൻ തോൽക്കും. കാരണം അവർ നബി സ്നേഹം കൊണ്ട് ജയിക്കും. നമ്മൾ നിസ്കാരം നോമ്പൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്തില്ല? റസൂലുള്ളാഹി നമുക്കൊരു നേതാവ് മാത്രം. നമുക്കിപ്പോൾ ഒരു നേതാവ് ഇപ്പം സതീശൻ എന്ന് അറിയുമ്പോൾ മനസ്സിലായില്ല. സതീശന്, പിണറായി വിജയന്, എന്താ പറയുക, കുഞ്ഞാലിക്കുട്ടി, മറ്റേ പറയുക അമിത് ഷാ, അങ്ങനത്തെ ഒരാളാണ്. ആര് കുറച്ചും കൂടി ഒരു ഗ്രേഡ് കൂടിയ ആൾ, കുറച്ചും കൂടി ഒരു ഗ്രേഡ് അത്ര തന്നെ. നേതാവ് അത്ര തന്നെ. നമുക്ക് നേതാവ് അവിടെ തോറ്റു. അതാ തോൽക്കൽ. ആ കാര്യം തിരിഞ്ഞില്ല. എൻ്റെ വല്യാപ്പാക്ക് തിരിഞ്ഞു. ആ വല്യാപ്പാക്ക് ആയത്തും ഹദീസൊന്നും അറിയില്ല. ആരറിയും? റസൂലുള്ളാഹിനെ സ്നേഹിക്കണം എന്നറിയും. മനസ്സിലായില്ലേ? എവിടെയും ഇനിയിപ്പോൾ ഞാൻ ദീപാൻ തുറന്നുതരാം. ദീപാൻ തുടങ്ങുന്നതിനാണ് എവിടെയും എത്ര കരച്ചിലാണ് ദീപാനിന് കണക്കില്ല. ദീപാൻ നിർത്തുള്ളൂ. ഞാൻ തുടക്കത്തിൽ 4 വരി അർത്ഥം വെച്ചേരാ. ബുർദന്റെ തുടക്കം തന്നെ എല്ലാവരും കരിയ ബൽ ഖൽബു ഇല്ലാ അൻ യകൂന മുതയ്യമാ ഹലീഫ ഖറാമിൻ ബിൻ നബിയ്യി മുഹയ്യമാ അബീതു ബിലൈലിത്തിൻ സഹറാന മുൻഷിദാ ലിദിക്രില്ലദീ ഖദ് ത്വാബ ബദ്അൻ വമഖ്തമാ സാജീലു ഫീഹിൽ വുർഖ ലൈലി വജീറതി നിയാമുൻ വജഫ്നി കൽമദാനി ബിമഗ്റമാ. ഖൽബു, എൻ്റെ ഹൃദയം സമ്മതിക്കുന്നേയില്ല. ഇല്ല അൻ യകൂന മുതയ്യമൻ, കീഴ്പ്പെടാനല്ലാതെ സമ്മതിക്കണേയില്ല. ബൽ ഖൽബു ഇല്ലാ അൻ യകൂന മുതയ്യമ, അടിമപ്പെട്ട് നിൽക്കാനല്ലാതെ എൻ്റെ ഹൃദയം സമ്മതിക്കുന്നേയില്ല. ഖലീഫ ഖറാമിൻ ബിൻ നബിയ്യി മുഹയ്യമാ, ഖലീഫ ഖറാമിൻ, അതിരറ്റ് സ്നേഹിച്ച ഒരാളോട് അടിമത്തത്തിൽ പെടാനല്ലാതെ എൻ്റെ ഹൃദയം സമ്മതിക്കുന്നേയില്ല. വല്ലാത്തൊരു സ്നേഹപ്പെടുക ബിൻ നബി, നബിയോട് നബിയെ സ്നേഹിക്കുക. മുഹയ്യമൻ, പരിധി വിട്ട സ്നേഹം, അതിശക്തമായ സ്നേഹത്തിൽ മുങ്ങിപ്പോകുക. അതിനല്ലാതെ എൻ്റെ ഹൃദയം സമ്മതിക്കണില്ല. നബിയോട് സ്നേഹിക്കാനല്ലാതെ എൻ്റെ ഹൃദയം എന്നെ സമ്മതിക്കണില്ല. ബൽ ഖൽബു ഇല്ലാ അൻ യകൂന മുതയ്യമാ ഹലീഫ ഖറാമിൻ ബിൻ നബിയ്യി മുഹയ്യമാ അബീതു ബിലൈലിത്തിൻ സഹറാന മുൻഷിദാ ലിദിക്രില്ലദീ ഖദ് ത്വാബ ബദ്അൻ വമഖ്തമാ. ഈ പൂർണ്ണചന്ദ്രൻ രാത്രിയിൽ ഞാൻ രാപ്പാർക്കുകയാണ്, സഹറാന, ഉറങ്ങാൻ കഴിയാതെ. മുൻഷിദൻ പാടി പറഞ്ഞുകൊണ്ട്, ലിദിക്രില്ലദീ, ഒരാളെ ദിക്റിനെയാണ് പാടി പറയുന്നത്. ഖദ് ത്വാബ ബദ്അൻ വമഖ്തമാ, തുടക്കവും ഒടുക്കവും ഏറ്റവും പൂർണ്ണനായ നല്ലവനായ ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ ജീവിതത്തിൽ നന്മയിലൊന്നും ഉണ്ടായിട്ടില്ല. ആ ആളെ പറ്റി പാടി പറഞ്ഞ് അങ്ങോട്ട് കുത്തിരിക്കുകയാണ്. എനിക്ക് എന്തിനു കഴിയണില്ല, ഉറങ്ങാൻ കഴിയണില്ല. പിന്നെ സാജിലു ഫീഹിൽ വുർഖ ലൈലി വജീറതി നിയാമുൻ വജഫ്നി കൽമദാനി ബിമഗ്റമാ. സാജിലു ഫീഹി, ഈ പൂർണ്ണചന്ദ്രന്റെ രാത്രിയിൽ ഞാൻ പാടിപ്പറയുന്നത് അൽ വുർഖ, മാടപ്രാവുകളോടാണ്. എൻ്റെ പെരക്കാരും ഉറങ്ങി, നാട്ടുകാരും ഉറങ്ങി. ഇവളിഞ്ഞിപ്പോൾ ആകെ കുറുകിക്കൊണ്ട് കുറച്ച് പ്രാവുകളുണ്ട്. അപ്പോൾ ആ പ്രാവിനോടപ്പം ഞാൻ പറയുന്നത്, വേറെ ആരും ഇതിൻ്റെ അടുത്തില്ല. അപ്പം ഞാൻ നബിൻ്റെ മാറ്റം പറഞ്ഞ ആരോടാണ്? പ്രാവുകളോടാ. സാജിരു, ഞാനിങ്ങനെ മനോഹരമായ സുലാൻ്റെ മാറ്റം പറയാണ്. വീഹി, ആ പൂർണ്ണചന്ദ്രൻ രാത്രി അൽ ഉറുക്ക, മാടപ്രാവുകളോട്. പിന്നെ ജീറത്തി, എൻ്റെ പരിസരത്തുള്ളവരൊക്കെ നിയാമം കൂർക്കം വലിച്ചുറങ്ങുവാണ്. സാജിലു ഫീൽ ഉറുഖ ലൈലി വജീറതി നിയാമുൻ വജഫ്നി കൽമദാനി ബിമഗ്റമാ. വജഫ്നി, എൻ്റെ കൺതടമാകട്ടെ, കൽമദാനിബി കുത്തി ഒലിക്കുന്ന വെള്ളത്തടാകങ്ങളെ പോലെയാണ്.
മദ്നബിൻ്റെ ഭോജനം മദാനിബ്. മദ്നബ് കുത്തി വലിക്കുന്ന വെള്ളത്തടാകം പോലെയാണ് എൻ്റെ കൺതടം. മഹ്റമൻ പരിധി വിട്ട പ്രേമത്താൽ. പരിധി വിട്ട പ്രേമം കൊണ്ട് കരിയാൻ ഞാൻ. എങ്ങനെ കരിയാണ്? കുത്തി വലിക്കുന്ന വെള്ളത്തടാകം പോലെയാണ് ഞാൻ കരിയുന്നത്. ഇക്കരച്ചിലല്ലേ വൃതിയിലുള്ളത്, ഇക്കരച്ചിലല്ലേ മുർക്കാതിയിലുള്ളത്. ഇവർക്കൊക്കെ എന്താ പണി? കരിയ. എന്ന് വഫാത്തായ ഈ ആൾക്ക് 1300 ചില്ലാനം, ബുർദക്കാരന് 600 ചില്ലാനം, മുർക്കാദിക്ക് 1200 ചില്ലാനം, 300 ചില്ലാനം. ഇവർക്കൊക്കെ പണി എന്താ? കരിയ. ആരെ പുറത്ത് കരിയ? അപ്പോൾ ഇവരൊക്കെ നേടിയത് അവിടെയാണ്. നിങ്ങൾ എല്ലാം എങ്ങനെ ഒക്കുക? എവിടെ തന്നെയാണ്? എവിടെയും ഈ ഒക്കൽ തന്നെയാണ്. എവിടെയും أنت تطلع بيننا في الكواكب كالبدور بل واشرف منه يا سيدي خير النبي. أنت تطلع أن വെളിവായല്ലോ, അങ്ങ് വെളിവാകുന്നുവല്ലോ. أنت تطلع بيننا في الكواكب, പൂർണ്ണചന്ദ്രന്മാരെ പോലെയാണ്. ബൽ വാഷിർ, അല്ല, പൂർണ്ണചന്ദ്രന് മേലെയാണ്. മിൻഹു, ആ പൂർണ്ണചന്ദ്രന് മേലെയാണ്. أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. ഞങ്ങൾക്ക് ഉമ്മയാണ്, ഞങ്ങൾക്ക് വാപ്പയാണ്, ഞങ്ങൾ അതിനപ്പുറത്താണ്. ഞങ്ങൾക്ക് ആരാന്നറിയില്ല. എൻ്റെ ഒക്കെ അപ്പുറത്താണ്. അവിടെയാ തന്നെയുള്ളത്. എവിടെയാ തന്നെയാണ്. അപ്പോൾ ഉമ്മത്തിന് പരിധി വിട്ട സ്നേഹം നബിക്കും പരിധി. നബി സ്നേഹത്തിൻ്റെ അടിമയാണ് നമ്മളോട്, നമ്മൾ സ്നേഹത്തിൻ്റെ അടിമയാണ് നബിയോട്. ഇതാണ് ദീന്. ബാക്കിയൊക്കെ കുറച്ച് മതി. ഇപ്പം മറ്റതൊക്കെ എമ്പാടുണ്ട്. എന്തില്ല? ഇതില്ല. അവിടെ പൊളിഞ്ഞ് തന്നെ അത് തന്നെ നമുക്ക് എല്ലാം ഉണ്ട്. എന്തില്ല? ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സത്യമായിട്ടും എൻ്റെ കുട്ടിക്കാലത്ത് തറാവീഹിന് ഇത്ര ആളുകൾ ഞാൻ എൻ്റെ അമ്മാൻ്റെ നാട്ടിലുമില്ല, വാപ്പാൻ്റെ നാട്ടിലുമില്ല. ഇശാനസ്കാരം കഴിഞ്ഞാൽ എല്ലാവരും ഇതാ പോണെങ്കിലും പിന്നെ 2-3 തന്താരും മുല്ലാക്കിണ്ടാവും തറാവീഹിന് ഒരു. പക്ഷെ അതിൻ്റെ മുമ്പ് ഒരു മങ്കൂസ് പോലെ ഇത് എഴുതി തീർക്കും. എന്നിട്ട് നമ്മൾ പറയുകയാണ് എന്ത്? നമ്മൾ മഹാന്മാരാണ്, നമ്മൾ മഹാന്മാരാണ്. അവരെന്താണ്? അവർ അള്ളാഹിൻ്റെ ഹബീബിനെ വിട്ടൊരു കള്ളി അവർക്കില്ല. അള്ളാഹിൻ്റെ ഹബീബിനെ വിട്ടൊരു പണി അവർ എടുക്കില്ല, ഒന്നും ചെയ്യില്ല. അവർ മദീന തൂക്കാൻ അവർക്ക് പൈസ ഇല്ല, പക്ഷെ മദീന എന്ന് ഓർത്തവർ എല്ലാ ദിവസവും കരയും. നമ്മൾ മദീന ചെന്ന കരയില്ല. ആണോ അല്ലേ? നമ്മൾ പോട്ടെടുക്കും. എടാ ഈമാൻ്റെ കഷ്ണം ഉണ്ടാവില്ല. റൗളനെ നോക്കി മറ്റേ സെൽഫി എടുത്താണ്ടല്ലോ ഈമാൻ്റെ കഷ്ണം ഉണ്ടാവില്ല. 2 കൂട്ടർ ശ്രദ്ധിച്ചോളിട്ടോ. കാബനെ കൂട്ടി ഫോട്ടോ എടുത്തോലും മദീനത്തെ കൂട്ടി റൗളനെ കൂട്ടി ഫോട്ടോ എടുത്തോൽക്കും ഈമാൻ്റെ കഷ്ണം ഉണ്ടാവില്ല.